ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം എത്തിയ മമ്മൂട്ടി ചിത്രം വൈറ്റ് പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയില്ല എന്ന് തന്നെ പറയാം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ റോഷ്നിയെ ഓവർസീസ് അസൈൻമെന്റ് നിർവഹിക്കുന്നതിനായി കമ്പനി ലണ്ടനിലേക്ക് നിയമിക്കുന്നു. അവിടെ വെച്ച് മദ്യപാനിയായ പ്രകാശ് റോയ് എന്ന 45-കാരനെ റോഷ്നി കണ്ടുമുട്ടുന്നു. ഇവർ തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് ചിത്രത്തിന്റെ കഥ പുരോഗമിക്കുന്നത്. വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രമല്ലെങ്കിലും മമ്മൂട്ടി എന്ന നടന്റെ ആകാരഭംഗിയും സൗന്ദര്യവുമാണ് പ്രകാശ് റോയെ പൂർണ്ണതയിലെത്തിച്ചത്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആരാധകരെ വൈറ്റ് പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുമെന്ന് ഉറപ്പ്. ബോളിവുഡിൽ മികവുറ്റ ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഹുമ ഖുറേഷിയുടെ പ്രകടനം ശരാശരി നിലവാരത്തിൽ മാത്രം ഒതുങ്ങി. സഹതാരങ്ങളായ സുനിൽ സുഗത, KPS ലളിത, സോന നായർ, അൻസാർ കലാഭവൻ തുടങ്ങിയവരുടെ പ്രകടനം മികച്ചു നിന്നു. പൂർണ്ണമായും ലണ്ടനിൽ ചിത്രീകരിച്ച ചിത്രത്തിന്റെ മുതൽക്കൂട്ട് ചിത്രത്തിന്റെ മനോഹരമായ ലൊക്കേഷൻ തന്നെയാണ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ബാനറുകളിലൊന്നായ ഇറോസ് ഇന്റർനാഷണലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ഛായാഗ്രാഹകൻ അമർജിത്തിന്റെ മനോഹരമായ ഫ്രെയിമുകൾ വിരസതയില്ലാതെ ചിത്രം ആസ്വാദ്യകരമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രാഹുൽ രാജ് ഇണമിട്ട ഗാനങ്ങൾ ആസ്വാദ്യകരമായപ്പോൾ കഥയ്ക്ക് അനുയോജ്യമായ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിൽ സംവിധായകൻ ഉദയ അനന്തൻ വിജയിച്ചു. ഒരു സിമ്പിൾ സ്റ്റോറിയെ ലളിതമായ രീതിയിൽ അവതരിപ്പിച്ച ചിത്രത്തിൽ മികച്ച ഛായാഗ്രഹണവും പശ്ചാത്തല സംഗീതവും കൂടി ചേർന്നപ്പോൾ അമിത പ്രതീക്ഷയില്ലാതെ വരുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായും ആസ്വദിക്കാൻ പറ്റുന്ന ചിത്രമാണ് വൈറ്റ്.